ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് എം വിജിൻ എം.എൽ.എ. നോളജ് ടെക്നോളജി മിഷനിലൂടെ തൊഴിലും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്നുവെന്നും എം.എൽ.എ. പറഞ്ഞു. മാടായി ഐ.ടി.ഐയിൽ പുതുതായി നിർമ്മിച്ച ക്യാന്റീൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വ്യാവസായിക മേഖലയ്ക്കും മറ്റ് തൊഴിൽ സംരംഭങ്ങൾക്കും അനുയോജ്യമായ മികവുറ്റ സാങ്കേതിക വിദഗ്ധരെ ഉന്നത നിലവാരമുള്ള പരിശീലനത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് കേരള സർക്കാർ സംസ്ഥാനത്തെ സർക്കാർ ഐ.ടി.ഐകളിലൂടെ നടപ്പാക്കി വരുന്നത്. കേരള സർക്കാരിന്റെ വ്യാവസായിക പരിശീലന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് പുതുതായി നിർമ്മിച്ച ക്യാന്റീൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം വിജിൻ എം.എൽ.എ. ഈ കാലത്ത് പ്രത്യേകിച്ച് നിങ്ങളെല്ലാം തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിക്കുന്നവരാണ്. ഇപ്പോൾ മുന്നത്തെ പോലെയല്ല. ഇപ്പോൾ പുതിയ തൊഴിൽ സാധ്യതകൾ എന്നത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ ക്യാമ്പസ് ഇന്റർവ്യൂ ഉൾപ്പെടെ ചില ഘട്ടങ്ങളിൽ ചില കമ്പനികൾ നടത്താറുണ്ട്. പലപ്പോഴും ഞാൻ ഒരു ജനപ്രതിനിധിയിൽ കൂടി പലരുമായി സംവദിക്കുമ്പോൾ കുറച്ചു കാലം മുന്നേ ഒരു 10 വർഷം മുന്നേ നമ്മൾ കണക്ക് നോക്കിയാൽ ആർക്കാ തൊഴിൽ കിട്ടുക, ഏത് സർട്ടിഫിക്കറ്റിലാണോ കൂടുതൽ മാർക്ക് അവർക്ക് സാധ്യത എന്ന നിലയിലായി. ഇതങ്ങനെയല്ല, സ്കില്ലാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഐ.ടി.ഐ പഠിക്കുന്നവരാണ്. ഐ.ടി.ഐയിൽ നിങ്ങൾ തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങളുടെ സ്കില്ലിനെയാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന കമ്പനി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവർ നോക്കുന്നത്. നിങ്ങൾക്ക് എന്ത് അഭിരുചിയുണ്ട്? കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിത കുമാരി അധ്യക്ഷത വഹിച്ചു. ജീന യു, എസ്.കെ.പി. സഖറിയ, ഷൈനി എം.വി, വാസുദേവൻ പി, സുധാശങ്കർ ആർ, മുഹമ്മദ് അഷറഫ് ഇ.കെ, എം.എ. ബാലകൃഷ്ണൻ, രാമചന്ദ്രൻ എം, പവിത്രൻ എം, കെ രാജൻ, സുധീഷ് ബാബു ഇ.കെ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.